പ്രിയ ഉദ്യോഗാർത്ഥികളെ, ടെക് പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് വരാനിരിക്കുന്ന AMVI അല്ലെങ്കിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ഉന്നത റാങ്ക് കരസ്ഥമാക്കുവാൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 5 കാര്യങ്ങളെ പറ്റിയാണ്. അപ്പൊ ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ത്രൂ ദ എൻറ്റയർ സിലബസ് ആണ് ആൻഡ് കളക്ട് ബേസിക് സ്റ്റഡി മെറ്റീരിയൽസ്. അപ്പൊ എൻറ്റയർ സിലബസ് നമുക്ക് പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ സിലബസിലോട്ട് നമുക്ക് നോക്കുവാനായിട്ട് നമുക്കിപ്പം പഴയ സിലബസേ അവൈലബിൾ ആയിട്ടുള്ളൂ. പുതിയ സിലബസ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ പഴയ സിലബസും പുതിയ സിലബസുമായിട്ട് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതിനുശേഷം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇപ്പം മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് സിലബസ് നമ്മൾ അനലൈസ് ചെയ്തു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു. അതെല്ലാം അനലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഫുൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നോട്ട്സ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നോട്ട്സ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ ഒരിക്കലും നമ്മൾ കളക്ട് ചെയ്ത ബേസിക് ബുക്സുകൾ നമ്മൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ഫുൾ ഈ നോട്ട്സ് തന്നെ നമ്മൾ ആവർത്തിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് PSC ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ ടെസ്റ്റുകൾ എഴുതുക. നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. PSC ബേസ് ചെയ്തിട്ടുള്ള മോഡൽ പരീക്ഷകൾ മാക്സിമം എത്രത്തോളം മോഡൽ പരീക്ഷ എഴുതാവോ അത്രത്തോളം മോഡൽ പരീക്ഷകൾ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്കൊന്ന് നോക്കാം. ഗോ ത്രൂ ദ എൻറ്റയർ സിലബസ് ആൻഡ് കളക്ട് ബേസിക് സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സിലബസിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിലബസിനകത്ത് 2 പാർട്ടുകളാണുള്ളത്. പാർട്ട് എ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതിന് 50 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതേപോലെ തന്നെ പാർട്ട് ബി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അതിനും 50 മാർക്കായിരിക്കും ചോദിക്കുന്നത്. ടോട്ടൽ 100 മാർക്കുള്ള ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷയായിരിക്കും നമുക്ക് നടക്കുവാൻ പോകുന്നത്. അപ്പൊ പാർട്ട് എ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് എന്തൊക്കെ പഠിക്കാം, ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യാം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പൊ പാർട്ട് എ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് മെയിൻ ആയിട്ടും 6 സബ്ജക്റ്റുകളാണുള്ളത്. ഒന്നാമത്തെ സബ്ജക്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് നമുക്ക് നോക്കാനുള്ളത് ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്, അടുത്തത് ഫ്ലൂയിഡ് ഫ്ലോ. രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ് ഹൈഡ്രോളിക് മെഷീൻസ്. ഹൈഡ്രോളിക് മെഷീൻസിനകത്ത് നമുക്ക് പഠിക്കുവാനുള്ളത് ടർബൈൻസും പമ്പ്സും ആണ് മെയിൻ ആയിട്ടും പഠിക്കുവാനുള്ളത്. മൂന്നാമത്തെ സബ്ജക്റ്റ് ആണ് തെർമൽ എഞ്ചിനീയറിംഗ്. തെർമൽ എഞ്ചിനീയറിംഗിനകത്ത് നമുക്ക് പഠിക്കുവാനുള്ളത് തെർമോഡൈനാമിക്സ്, IC എഞ്ചിൻസ്, കംപ്രസേഴ്സ് എന്നിവയാണ്. അടുത്ത സബ്ജക്റ്റ് ആണ് അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. അപ്പൊ അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിനകത്ത് നമുക്ക് പഠിക്കുവാനുള്ളത് ഫ്രിക്ഷൻ, സെൻട്രോയിഡ്, അതേപോലെ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, റിവറ്റ്, നട്ട് ബോൾട്ട് ആൻഡ് ഫൗണ്ടേഷൻ ബോൾട്ട് എന്നിവയാണ്. അടുത്ത സബ്ജക്റ്റ് ആണ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്. പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ പ്ലാന്റ്, അതേപോലെ സ്റ്റീം ബോയിലേഴ്സ്, സ്റ്റീം എഞ്ചിൻസ് എന്നിവയാണ്. അടുത്ത സബ്ജക്റ്റ് ആണ് മാനുഫാക്ചറിംഗ് ടെക്നോളജി. മാനുഫാക്ചറിംഗ് ടെക്നോളജിയിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കുവാനുള്ളത് വെൽഡിങ്, അതേപോലെ ബേസിക് മെഷീൻ ടൂൾസ് ലൈക്ക് ലേത്ത്, ഡ്രില്ലിംഗ്, ബ്രോച്ചസ്, ഗ്രൈൻഡിംഗ് മെഷീൻസ്, പിന്നീട് ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സ് എന്നിവയാണ്. അപ്പൊ മെക്കാനിക്കലിനകത്ത് മെയിൻ ആയിട്ടും നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട ബുക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഈ 6 സബ്ജക്റ്റിനും നിങ്ങൾക്ക് പോളിടെക്നിക്ക് ബേസ് ചെയ്തിട്ടുള്ള ബുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കേരള പോളിടെക്നിക്കിന്റെയും തമിഴ്നാട് പോളിടെക്നിക്കിന്റെയോ ബുക്കുകൾ നമുക്ക് റെഫർ ചെയ്യാം. അതായത് ഈ 6 മെക്കാനിക്കലുള്ള സബ്ജക്റ്റിനും നമുക്ക് പോളിടെക്നിക്ക് ബേസ് ചെയ്തിട്ടുള്ള ബുക്കുകൾ മാത്രം റെഫർ ചെയ്താൽ മതിയാകും. അപ്പൊ അതിന് നമുക്ക് കേരള പോളിയുടെയോ
അല്ലെങ്കിൽ തമിഴ്നാട് പോളിയുടെയോ ബുക്കുകൾ റെഫർ ചെയ്യാവുന്നതാണ്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം എന്നുണ്ട് എങ്കിൽ നമുക്ക് ഓരോ സബ്ജക്ട് വൈസിൽ ഏതൊക്കെ ബുക്കുകൾ നമുക്ക് നോക്കണമെന്ന് ഞാൻ പറയാം. ഒന്നാമത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അതിന് നമുക്ക് RK ബെൻസാളിന്റെ ബുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അല്ല എങ്കിൽ DS കുമാറിന്റെ ബുക്ക് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഹൈഡ്രോളിക് മെഷീൻസ്. അപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ഒരു ബുക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് RK ബെൻസാളോ അല്ലെങ്കിൽ നമുക്ക് DS കുമാറോ റെഫർ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ സബ്ജക്ട് തെർമൽ എഞ്ചിനീയറിംഗ്. തെർമൽ എഞ്ചിനീയറിംഗ് നമുക്ക് റെഫർ ചെയ്യാനുള്ള വേറെ അഡ്വാൻസ്ഡ് ബുക്കാണ് RK രജിബുത്ത്. അല്ല എങ്കിൽ നമുക്ക് DS കുമാർ റെഫർ ചെയ്യാവുന്നതാണ്. അടുത്തത് അപ്ലൈഡ് മെക്കാനിക്സ്. അപ്പൊ അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡിപ്ലോമയുടെ ബുക്ക് അല്ലാതെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് RK ബെൻസാളിന്റെ ബുക്ക് അവൈലബിൾ ആണ്. SS ബവിഗാട്ടിയുടെ ബുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിലേതെങ്കിലും നോക്കുക. അടുത്തത് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്. നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണമെങ്കിൽ RK രജിബുത്തിന്റെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിന്റെ ബുക്സ് അവൈലബിൾ ആണ്. അടുത്തത് മാനുഫാക്ചറിംഗ് ടെക്നോളജി. മാനുഫാക്ചറിംഗ് ടെക്നോളജിയിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ RK രജിബുത്തിന്റെ മാനുഫാക്ചറിംഗ് ടെക്നോളജി ബുക്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ഈ പറയുന്ന എൻറ്റയർ സിലബസ് കവർ ആവുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് പാർട്ട് B ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് നോക്കാം. അപ്പൊ ഈ പാർട്ട് B ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിനും നമുക്ക് എന്താണ്, നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കരിക്കുലത്തിൽ നമ്മൾ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് പഠിക്കുന്നുണ്ട്. ആ ഒരു സബ്ജക്റ്റിന്റെ പഠിക്കുന്ന ബുക്ക് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ് ബേസിക് ബുക്കായിട്ട്. അപ്പൊ ഡിപ്ലോമയ്ക്ക് നമ്മൾ പഠിക്കുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ ബുക്ക് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഈ സിലബസിനകത്ത് ഓട്ടോമൊബൈലിനെ 13 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടും ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പാർട്ട് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് IC എഞ്ചിൻ. രണ്ടാമത്തെ പാർട്ട് ഫ്യൂവൽ സിസ്റ്റം ഇൻ SI ആൻഡ് CI എഞ്ചിൻസ്. മൂന്നാമത്തെ പാർട്ട് ലൂബ്രിക്കേഷൻ ആൻഡ് കൂളിംഗ് സിസ്റ്റംസ്. നാലാമത്തെ പാർട്ട് ചേസിസ് ആൻഡ് ഫ്രെയിം. അഞ്ചാമത്തെ പാർട്ട് സസ്പെൻഷൻ സിസ്റ്റംസ്. ആറാമത്തെ പാർട്ട് സ്റ്റിയറിംഗ് സിസ്റ്റംസ്. ഏഴാമത്തെ പാർട്ട് ബ്രേക്ക് സിസ്റ്റംസ്. എട്ടാമത്തെ പാർട്ട് ട്രാൻസ്മിഷൻ സിസ്റ്റം. ഒമ്പതാമത്തെ പാർട്ട് വീൽസ് ആൻഡ് ടയേഴ്സ്. പത്താമത്തെ പാർട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ആൻഡ് ഇഗ്നിഷൻ സിസ്റ്റംസ്. 11ാമത്തെ പാർട്ട് ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. 12ാമത്തെ പാർട്ട് മോഡേൺ ട്രെൻഡ്സ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ആൻഡ് ലാസ്റ്റ് പാർട്ട് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്. അപ്പൊ ഇതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്കും നമ്മൾ ഡിപ്ലോമ തലത്തിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ബേസിക് കാര്യങ്ങളെല്ലാം കവർ ആവുന്നതാണ്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറെ ബുക്സുകൾ സജസ്റ്റ് ചെയ്യാം. ഒന്നാമത്തെ ബുക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബൈ DS കുമാർ. അല്ല എങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബൈ കിർപാൽ സിംഗ്. അത് 2 വോളിയമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് 2 വോളിയം നോക്കണം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ITI മോട്ടോർ മെക്കാനിക് കോഴ്സിന്റെ ബുക്കുകളുണ്ട്. ITI മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ ITI MME ബുക്സുകൾ അവൈലബിൾ ആണ്. അത് തന്നെ നിമിയുടെ ബുക്സുകളുണ്ട്. അതേപോലെ തന്നെ ഏഷ്യൻ പബ്ലിക്കേഷൻസിന്റെ ബുക്കുകളുണ്ട്. അല്ല എങ്കിൽ NK പബ്ലിക്കേഷൻസിന്റെ ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും ബുക്സുകൾ നിങ്ങൾ ആദ്യം റെഫർ ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പിൽ. അതായത് സിലബസ് ബേസ് ചെയ്തു അതിന് വേണ്ട ബേസിക് സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ബേസിക് ആയിട്ട് ഡിപ്ലോമ ലെവലിലുള്ള ബുക്സുകൾ നോക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഈ പറഞ്ഞ ബുക്കുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതൊക്കെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ബുക്കുകളാണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഗോ ത്രൂ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരു 100 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും കളക്ട് ചെയ്യണം. അതായത് ഫലത്തിൽ നമ്മൾ 10,000 എണ്ണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PSCയുടെ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ല എങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ ബുക്കുകളായിട്ട് പല ആൾക്കാരും പല സെന്റേഴ്സും ഇറക്കുന്നുണ്ട്. അത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ആൻസർ കീ
ഫൈനൽ ആൻസർ PSC ഫൈനൽ ആൻസർ കീ എടുത്തൊന്ന് ഒത്തു നോക്കേണ്ടതാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ എറേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മേക്ക് ഷോർട്ട് നോട്ട് ഫോർ ദ എൻറ്റയർ സിലബസ് ആണ്. അപ്പൊ ഷോർട്ട് നോട്ട് മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ബുക്സും ബേസിക് ബുക്സും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം എടുത്തു വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇനി ഈ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത ഇനിയുള്ള ഫർദർ ആയിട്ടുള്ള പഠിത്തത്തിന് അല്ലെങ്കിൽ ഫർദർ ആയിട്ടുള്ള പ്രിപ്പറേഷന് നമ്മൾ ഈ നോട്ട്സ് മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ. മറ്റുള്ള ബുക്സുകളൊന്നും നമ്മൾ പിന്നീട് നോക്കരുത്. അപ്പൊ നമ്മുടെ നോട്ട്സ് ഫുൾ പ്രൂഫ് ആയിരിക്കണം. അതിനകത്ത് എല്ലാ വേണ്ട കാര്യങ്ങളും നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ നോട്ട്സ് തറവായിട്ട് പഠിക്കുക. 2 or 3 വട്ടം റിവൈസ് ചെയ്ത് പഠിക്കുക. എത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പരീക്ഷകളിൽ മുൻനിരയിൽ എത്താനുള്ള ചാൻസ് കൂടുകയാണ്. അപ്പൊ റിവിഷൻ ഈസ് ദ കീ ടു സക്സസ് എന്നാണല്ലോ. അപ്പൊ നിങ്ങൾ എത്രത്തോളം ഈ നോട്ട് റിവൈസ് ചെയ്ത് പഠിക്കാവോ അത്രത്തോളം റിവൈസ് ചെയ്ത് പഠിക്കുക. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഡൽ ടെസ്റ്റ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് നിർബന്ധമായി അറ്റൻഡ് ചെയ്തിരിക്കണം. പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാൻ നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മോഡൽ ടെസ്റ്റ്. ഈ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാൻ നിങ്ങൾ ഏറ്റവും മിനിമം ഒരു 30 മോക്ക് ടെസ്റ്റ് എങ്കിലും അറ്റൻഡ് ചെയ്യണം. അതിൽ 20 എണ്ണം സബ്ജക്ട് വൈസ് ആയിരിക്കണം, 10 എണ്ണം എൻറ്റയർ സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അപ്പൊ അത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ളത് ആയിട്ടുള്ള മോഡൽ ടെസ്റ്റുകൾ നിങ്ങൾ നിർബന്ധമായി എഴുതിയിരിക്കണം. അത് നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ 1 മണിക്കൂറിൽ എഴുതി തീരാവുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് നമുക്ക് PSCക്ക് നമുക്കറിയാം 75 മിനിറ്റ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ 1 മണിക്കൂറിൽ തീരാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ മോക്ക് ടെസ്റ്റ് എഴുതുന്നത്. അപ്പൊ ഏറ്റവും നല്ലത് ഓൺലൈൻ ആയിട്ട് മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് 60 മിനിറ്റ് ആയി കഴിയുമ്പോൾ അത് ടൈം ഔട്ട് ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആദ്യത്തെ ഒരു 50 റാങ്കിൽ എത്തിച്ചേരുവാൻ സാധിക്കും. അപ്പൊ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആദ്യമേ നമ്മൾ ഫുൾ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക. അതിന് വേണ്ട ബേസിക് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക, അത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഫുൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് ഈ ഉണ്ടാക്കിയ ഫുൾ നോട്ട്സും നമ്മൾ പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ നിർബന്ധമായും മോക്ക് ടെസ്റ്റ് എഴുതിയിരിക്കണം. അത് ഏറ്റവും മിനിമം ഒരു 30 മോക്ക് ടെസ്റ്റ് എങ്കിലും നമ്മൾ എഴുതിയിരിക്കണം. ഒരു 50 മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റിയ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. ഇത്രയും നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 50 റാങ്കിൽ ഉറപ്പായിട്ടും എത്തിച്ചേരാൻ പറ്റും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.